ഇന്നത്തെ എൻ്റെ ഈ ട്യൂട്ടോറിയൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് CSS റെസ്പോൺസീവ് ആണ്. അതായത് റെസ്പോൺസീവ് പറഞ്ഞാൽ നമ്മൾ ഒരു വെബ്സൈറ്റ് ചെയ്താൽ നമ്മളത് പല സ്ക്രീനിലാവും യൂസ് ചെയ്യുക. മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യും, ലാപ്ടോപ്പിൽ യൂസ് ചെയ്യും, വലിയ കമ്പ്യൂട്ടർ സ്ക്രീനിൽ യൂസ് ചെയ്യും, ടാബ്ലറ്റിൽ യൂസ് ചെയ്യും. ഓരോ സ്ക്രീനിൻ്റെയും സൈസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ കണ്ടൻറ്റും ഓരോ സ്ക്രീനിൽ ഫിറ്റായി വരുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ CSS റെസ്പോൺസീവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് എങ്ങനെ CSS റെസ്പോൺസീവ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനായിട്ട് ഞാൻ മുന്നത്തെ ചാപ്റ്ററിൽ ചെയ്തിട്ടുണ്ടല്ലോ ഒരു HTML വെബ്സൈറ്റ്. അതിൽ തന്നെയാണ് ഞാൻ ഈ CSS റെസ്പോൺസീവ് ചെയ്യാൻ പോകുന്നത്. ഈ CSS റെസ്പോൺസീവിന് ആദ്യം വേണ്ടത് നമുക്ക് ഒരു മെറ്റാ ടാഗാണ്. അതായത് നമുക്ക് ബ്രൗസറിന് പറഞ്ഞു കൊടുക്കണം ഈ മെറ്റാ ടാഗ് വ്യൂ പോർട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കണ്ടന്റ് ഇങ്ങനെ. പിന്നെ അടുത്ത ആട്രിബ്യൂട്ട് കണ്ടന്റ് ആണ്. കണ്ടന്റ് ഈ വിഡ്ത്ത്, നമ്മൾ ഈ സ്ക്രീനിൻ്റെ വിഡ്ത്ത് ഈക്വൽ ടു ഡിവൈസ് വിഡ്ത്താണ്. നമ്മൾ ഏത് ഡിവൈസ് ആണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ വിഡ്ത്ത്. പിന്നെ കൊടുക്കുന്നത് ഇനീഷ്യൽ സ്കെയിലിംഗ് ആണ്. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എത്ര സൂം ചെയ്ത് വരുന്നു, അത് നമ്മൾ സാധാരണ സ്ക്രീനിൻ്റെ സൈസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ CSS റെസ്പോൺസീവ് വർക്ക് ചെയ്യണമെങ്കിൽ എന്തായാലും ഇത്രയും നമ്മുടെ HTML ആഡ് ചെയ്തിരിക്കണം. പിന്നെ വേണ്ടത് നമ്മൾ ഓരോ സ്ക്രീനിനും ഓരോ സ്ക്രീനിൻ്റെയും വിഡ്ത്തിന് അനുസരിച്ച് കോഡ് എഴുതി പോവുകയാണ്. ആ കോഡ് എഴുതി പോകാൻ വേണ്ടത് നമ്മൾ CSSൽ ഒരു കീവേഡ് ഉണ്ട്, മീഡിയ ഓൺലി സ്ക്രീൻ ആൻഡ്. അതായത് മീഡിയ കുറേ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. സ്ക്രീനിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യുമ്പോൾ പ്രിന്ററിൻ്റെ ഇതിന് വേണ്ടിയിട്ട്. ഓൺലി സ്ക്രീൻ, ഇതാണ് അതിൻ്റെ സിൻടാക്സ്. നമുക്ക് മാക്സ് വിഡ്ത്ത് ഇത് നമ്മൾ മാക്സിമം വിഡ്ത്ത് 678 പറഞ്ഞാൽ മൊബൈൽ ഫോണിൽ, ടാബ്ലറ്റിൽ എല്ലാം വർക്ക് ചെയ്യേണ്ട കോഡ് എഴുതാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു വലിയ ടെക്സ്റ്റ് ആണെങ്കിൽ മൊബൈൽ ഫോണിൽ അത് ചെറുതായി കാണിക്കണം സൈസ്. അല്ലെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ അതിന് വേണ്ടിയിട്ട് പുതിയൊരു ഡിവിഷൻ ഉണ്ടാക്കണം. എനിക്ക് ഈ എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടി മാത്രം. ഒരു ക്ലാസ് കൊടുത്ത് ഞാൻ ഇത് കൊടുക്കാം. ഫസ്റ്റ് ഡിവ് എന്ന് കൊടുക്കണം. അതിൻ്റെ പേര് ഫസ്റ്റ് ഡിവ്. അതുപോലെ ഒരു 2 ഡിവിഷനാണ് ഞങ്ങൾ കൊടുക്കുന്നത്. രണ്ടാമത്തേന് സെക്കൻഡ് ഡിവ് എന്ന് കൊടുക്കാം. സെക്കൻഡ് ഡിവ്. ഇനി ഞാൻ അതിൻ്റെ സ്റ്റൈൽ എഴുതുകയാണ്. ഫസ്റ്റ് ഡിവ് അതിൻ്റെ വിഡ്ത്ത് 50% കൊടുത്ത്, പിന്നെ അതിന് ഫ്ലോട്ട് ലെഫ്റ്റ്, അതായത് നമുക്ക് ലെഫ്റ്റിൽ അലൈൻ ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലോട്ട്. നമ്മളിപ്പോൾ ഒരേ റോയിൽ തന്നെ ഒരേ കോളത്തിൽ നിന്ന് 2 ഡിവിഷൻ വരികയാണെങ്കിൽ ഇങ്ങനെ എഴുതാം.
സെയിം കോപ്പി ചെയ്തിട്ട് സെക്കൻഡ് ഡിവ് കൊടുക്കും. ഓക്കെ, ഇനി അതിൽ കുറച്ച് ഡമ്മി കണ്ടന്റ് ആഡ് ചെയ്യാണ് ഈ രണ്ട് ഡിവിഷൻ. ഡമ്മി കണ്ടന്റിന് വേണ്ടിയിട്ട് ടിപ്സ് എന്നുള്ള വെബ്സൈറ്റിലാണ് പോകുന്നത്. ഫസ്റ്റ് ഡിവിലും കോപ്പി ചെയ്തു, സെക്കൻഡ് ഡിവിലും കോപ്പി ചെയ്തു. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം എന്താണ് ഔട്ട്പുട്ട് വരുന്നത്. കണ്ടോ, ഫസ്റ്റ് ഡിവ് ലെഫ്റ്റിൽ വന്നു, സെക്കൻഡ് ഡിവ് റൈറ്റിലും വന്നു, ഒരേ ഇതിൽ തന്നെ ലൈനിൽ തന്നെ വന്നു. ഇനി നമുക്ക് അതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് കൂട്ടി കൊടുക്കാം. ഞാനൊരു 36 കൊടുക്കാം, രണ്ടിൻ്റെ സെയിം. നമുക്ക് ഇത്ര വലുതായിട്ട് നമുക്ക് ഇപ്പോൾ ഇത് നമ്മൾ ലാപ്ടോപ്പ് സ്ക്രീനിലായതുകൊണ്ട് നമുക്ക് എല്ലാം ഫിറ്റായി വരുന്നുണ്ട്, കുഴപ്പമില്ല. ഞാൻ സ്ക്രീൻ ചെറുതാക്കുകയാണ്. നമുക്കിപ്പോൾ മൊബൈൽ ടാബ്ലറ്റ് ആ സൈസിലായപ്പോൾ നമുക്കത് റീഡ് ചെയ്യണമെങ്കിൽ കുറേ സ്ക്രോൾ ചെയ്ത് നോക്കണം. പിന്നെ ഒരു കാണാനൊരു ഭംഗിയില്ല, ഒരു പകുതി ഫസ്റ്റും പകുതി സെക്കൻഡെല്ലാമായിട്ട്. നമ്മളിപ്പോൾ ഫസ്റ്റ് ഡിവ് ഫുൾ വിഡ്ത്തും സെക്കൻഡ് ഡിവ് ഫുൾ വിഡ്ത്തും ചെയ്ത് ഫോണ്ട് സൈസ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആവും റീഡ് ചെയ്യാം ചെറിയ ഡിവൈസിൽ. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ മീഡിയ നമ്മളിവിടെ ഇതിൻ്റെ സിൻടാക്സ് എഴുതി വെച്ചിട്ടുണ്ട് റെസ്പോൺസീവിൻ്റെ. അതിൽ സെയിം ഫസ്റ്റ് ഡിവ് എന്നുള്ള ഇത് ക്ലാസ് കാൾ ചെയ്യുകയാണ്. എന്നിട്ട് നമുക്കതിൽ വിഡ്ത്ത് ചെറിയ സ്ക്രീൻ വരുമ്പോൾ ഫുൾ സ്ക്രീൻ വരണം, അപ്പോൾ 100%. അപ്പോൾ നോക്കാം, നമുക്ക് റൺ ചെയ്ത് നോക്കാം എന്തുകൊണ്ട്. വലിയ സ്ക്രീനിൽ 50%, ചെറിയ സ്ക്രീൻ നോക്കൂ ഫുള്ളായി വന്നത്. അതേപോലെ സെക്കൻഡിൻ്റെ എന്നിട്ട് ഞാൻ അതിൽ ചെറിയ സ്ക്രീനിൽ വരുമ്പോൾ സെക്കൻഡ് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റി കൊടുക്കുകയാണ്. അക്ക ബ്ലൂ എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഫുൾ സ്ക്രീനിൽ വലിയ സ്ക്രീനിൽ ഇങ്ങനെ വന്നു, ചെറിയ സ്ക്രീനിൽ നോക്കൂ ഫസ്റ്റ് ഡിവ് വന്ന്, സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് അതിൻ്റെ അടിയിൽ വന്നു. ഇനി ഇപ്പോഴും കുറച്ച് റിസ്ക്കാണ്, നമുക്ക് ഒരുപാട് സ്ക്രോൾ ചെയ്താലേ ഇത് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ മൊബൈൽ സ്ക്രീനിലെല്ലാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടെക്സ്റ്റിൻ്റെ സൈസ് ഒന്ന് കുറച്ച് കൊടുത്താൽ പെട്ടെന്ന് റീഡ് ചെയ്യാൻ പറ്റും. അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്കിപ്പോൾ മുകളിൽ ഫോണ്ട് സൈസ് നോർമൽ സ്ക്രീനിൽ ഫോണ്ട് സൈസ് 36 കൊടുത്തിട്ടുണ്ട്, അത് നമുക്കൊരു 12 ആയി കൊടുക്കാം മൊബൈലിന് വേണ്ടിയിട്ട്, മൊബൈലിനും ടാബ്ലറ്റ്. റിഫ്രഷ് ചെയ്തോ, കണ്ടോ ഫോണ്ട് ചെറുതായി. ഇനി മറ്റേതും അതേപോലെ അടുത്ത ഡിവിഷനും ഫോണ്ട് ചെറുതായി കൊടുത്തു. കണ്ടോ, നമുക്കിപ്പോൾ ചെറിയ സ്ക്രീനിലും സ്ക്രോൾ ചെയ്യാതെ തന്നെ വായിക്കാൻ കഴിയും, വലിയ സ്ക്രീനിലാകുമ്പോൾ വലിയ ഫോണ്ടിലും വരും. ഇങ്ങനെ ഓരോ ഡിവൈസിനും അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടാണ് റെസ്പോൺസീവ് ഉപയോഗിക്കുന്നത് നമ്മൾ.
അതുപോലെ ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു അടുത്തൊരു സ്ക്രീൻ കൊടുത്തു 920 വലിയ സ്ക്രീനിന് വേണ്ടിയിട്ട് നമ്മളിവിടെ മിനിമം എടുത്ത് കൊടുക്കുക. നമുക്ക് വലിയ സ്ക്രീനിൽ ടെക്സ്റ്റ് കളർ റെഡായി വരണം. അതിന് നമുക്ക് കളർ റെഡ് എന്ന് കൊടുക്കാം. അതുപോലെ മറ്റേ ഓക്കെ, ഒറ്റ ഫസ്റ്റിന് മാത്രം വലിയ സ്ക്രീനിൽ റെഡ് മതി. അത് നോക്കാം എങ്ങനെ വരുന്നുണ്ട്. നോക്കൂ, അത് സ്ക്രീൻ ഇപ്പോൾ 920 മുകളിലുണ്ടായതുകൊണ്ട് റെഡ് വന്നു. ചെറിയ സ്ക്രീനിൽ ബ്ലാക്ക് തന്നെ ആയിരിക്കും. നോക്കൂ, അങ്ങനെ ഓരോ സ്ക്രീനിലും നമുക്ക് മാറ്റങ്ങൾ വരുത്തുന്നതാണ്. ഒരേ HTML വെവ്വേറെ സ്ക്രീനിൽ ഡിഫറെൻറ്റ് ചേഞ്ചസ് വേണമെങ്കിലാണ് നമ്മൾ റെസ്പോൺസീവ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് CSS റെസ്പോൺസീവിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ. താങ്ക് യു.